കൊലവർഷം 1200 ആണ്ട്, അതായത് 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2025 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം മകയിര നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു വർഷം മകയിര നക്ഷത്രക്കാർ ഒന്നിച്ച് ചെയ്തിരുന്ന പല ബിസിനസ്, പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്തിരുന്ന ചില സംരംഭങ്ങളിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം ആശയങ്ങൾ തമ്മിൽ വ്യത്യസ്തമായതിനാൽ അതിൽ നിന്നും പിന്മാറുകയും സ്വന്തമായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ ഒരു വർഷം. പൊതുവെ സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും മകയിര നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ ഒരു വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഭക്ഷ്യവിഷബാധ, ഭക്ഷണത്തിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ചില അസുഖങ്ങൾക്ക് ഒക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ട്. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും മകയിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ലത്. സൗമ്യമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് മാത്രമാണ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഒഴിവായി പോരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ സൗമ്യമായിട്ട് മാത്രം മറ്റുള്ളവരോട് സംസാരിക്കാൻ ഈ ഒരു സമയത്ത് മകയിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. സഹപാഠികൾ, നേരത്തെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള സഹപാഠികളുമായിട്ട് ഒരുമിച്ച് ചേരുന്നതിനും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കുന്നതിനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. മേലധികാരികളുടെ പ്രീതിക്ക്, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല പദ്ധതികളും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും. മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ശിരോരോഗങ്ങൾ, അതുപോലെ നാഡീ സംബന്ധമായിട്ട് അസുഖങ്ങൾക്ക് കാരണമായിട്ട് ചില ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയകളോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ടി വരികയൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് മകയിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം. മുൻകാല പ്രാബല്യത്തോടുകൂടി തന്നെ ചില ശമ്പള കുടിശ്ശികകൾ, നേരത്തെ കിട്ടാനുണ്ടായിരുന്ന ചില ശമ്പള കുടിശ്ശികകളെല്ലാം മുൻകാല പ്രാബല്യത്തോടു കൂടി അത് അനുവദിച്ച് കിട്ടുന്നതിനും ഒക്കെ ഉള്ള സമയമാണ് ഈ ഒരു സമയം. സജ്ജനങ്ങളുമായിട്ട് കൂടുതലായിട്ട് സമ്പർക്കത്തിൽ വരികയും അതിൽ നിന്നും അവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. പൂർവികമായിട്ട് കിട്ടാനുണ്ടായിരുന്ന ചില സ്വത്തുക്കൾ, കുടുംബപരമായിട്ട് കിട്ടാനുണ്ടായിരുന്ന ചില സ്വത്തുക്കൾക്ക് അതിൻ്റെ രേഖകൾ ശരിയാവുകയും അവിടെ ഗൃഹനിർമ്മാണം പോലുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടാനൊക്കെ പറ്റുന്ന സമയമാണ് ഈ ഒരു സമയം. വളരെ വർഷങ്ങളായിട്ട് വിദേശത്ത് താമസിക്കുന്ന ആളുകൾ സ്വന്തം വരികയും ജന്മനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവം പോലുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാലഘട്ടമായിരിക്കും. ചില ദുഃഖാനുഭവങ്ങളും കൂടി ഉണ്ടാവാൻ ഇടയുള്ള ഒരു കാലഘട്ടം ആയിരിക്കും മകയിര നക്ഷത്രക്കാർക്ക് ഈ 1200 ആണ്ട്.